Hi all, MSc Mathematics ഫസ്റ്റ് സെമിസ്റ്റർ ലീനിയർ ഓൾജിബ്ര സെക്കൻഡ് ക്ലാസ് ആണ് ഈ വീഡിയോ. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ കാണാത്തവർ അത് പോയി കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സബ്സ്പേസിൻ്റെ ഡെഫിനീഷനും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും ആണ്. ഓക്കെ, ഡെഫിനീഷൻ ഓഫ് സബ്സ്പേസ്. Let V be a vector space over the field F. A subspace of V is a subset W of V, which is itself a vector space over F with the operations of vector addition and scalar multiplication on V. അതായത് V ഒരു വെക്റ്റർ സ്പേസ് ആണ് ഓവർ ദ ഫീൽഡ് എഫ്. നമുക്കൊരു സബ്സെറ്റ് എടുത്താൽ ഡബ്ല്യു എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡബ്ല്യു എപ്പോഴാണ് വിയുടെ ഒരു സബ്സ്പേസ് ആവുക? അതാണ് ഈ ഡെഫിനീഷനിൽ പറയുന്നത്. A subspace of V is a subset W of V which is itself a vector space over F. ആ സബ്സെറ്റ് ആ ഡബ്ല്യുവിനെ നമുക്ക് സബ്സ്പേസ് എന്ന് പറയണമെങ്കിൽ എന്താണ്? അത് സ്വയം ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കണം ഓവർ എഫ്. ആൻഡ് അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് വിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻസ് തന്നെ ആയിരിക്കണം. അപ്പോൾ പറയുന്നത് എന്താണ്? ഒരു സബ്സ്പേസ് എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ആ സബ്സെറ്റ് സ്വയം ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. അതിൻ്റെ ഫീൽഡ് അത് തന്നെയാണ്. വിയുടെ ഫീൽഡ് ഏതാണോ അത് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ആ സബ്സെറ്റിൻ്റെയും ഫീൽഡ് ആയിരിക്കേണ്ടത്. ആൻഡ് ഓപ്പറേഷൻസ് വിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അതേ ഓപ്പറേഷൻ തന്നെയായിരിക്കണം. അതായത് വിയിൽ എന്ത് വെക്റ്റർ അഡീഷൻ ആണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേ ഓപ്പറേഷൻ തന്നെ. ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഒന്നും കൂടി നമുക്ക് ഡെഫിനേഷൻ വായിക്കാം. ലെറ്റ് വി ബി എ വെക്റ്റർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ്. എ സബ്സ്പേസ് ഓഫ് വി ഈസ് എ സബ്സെറ്റ് ഡബ്ല്യു ഓഫ് വി വിച്ച് ഈസ് ഇറ്റ്സെൽഫ് എ വെക്റ്റർ സ്പേസ് ഓവർ എഫ് വിത്ത് ദ ഓപ്പറേഷൻസ് ഓഫ് വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓൺ വി. എക്സാമ്പിൾസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു തിയറം നോക്കാനുണ്ട്. അപ്പോൾ തിയറം കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തിയറം 1. A non-empty subset W of V is a subspace of V if and only if for each pair of vectors alpha, beta in W and each scalar C in F, the vector C alpha plus beta is again in W. അതായത് ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. ഒരു നോൺ എംപ്റ്റി സെറ്റ് ഡബ്ല്യു വിയുടെ എടുത്താൽ അത് സബ്സ്പേസ് ആവുക എപ്പോഴാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് for each pair of vectors alpha and beta in W and each scalar C in F. അതായത് ഏത് രണ്ട് വെക്ടേഴ്സ് ആൽഫയും ബീറ്റയും ഡബ്ല്യൂവിൽ എടുത്താലും ആൻഡ് ഏതൊരു സ്കെയിലാർ എഫിൽ നിന്ന് എടുത്താലും സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ഡബ്ല്യൂവിൽ തന്നെ ഉണ്ടായിരിക്കണം. നേരെ തിരിച്ചും നമുക്ക് പറയാം. അതായത് ഡബ്ല്യു സബ്സ്പേസ് ആണെങ്കിൽ വിയുടെ സബ്സ്പേസ് ആണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതല്ല ഇനിയിപ്പോൾ ഏതൊരു രണ്ട് വെക്ടേഴ്സ് എടുത്താലും സി എന്ന് പറഞ്ഞൊരു സ്കെയിലാർ ഏതൊരു സ്കെയിലാർ എടുത്താലും ഈ സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യൂവിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഡബ്ല്യു വിയുടെ സബ്സ്പേസ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെറ്റ് തന്നിട്ട് ഇത് സബ്സ്പേസ് ആണോ വിയുടെ എന്ന് ചോദിച്ചാൽ ആ ഫുൾ വെക്ടർ സ്പേസിൻ്റെ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുന്നതിന് പകരം നമുക്ക് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെറ്റ് സബ്സ്പേസ് ആയിരിക്കും വിയുടെ. പ്രൂഫ് നോക്കാം. അസ്യൂം ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് വി. ദെൻ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യാണ് ഡബ്ല്യു സബ്സ്പേസ് ഓഫ് വി ആണ് എന്ന്. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? ഏത് രണ്ട് വെക്ടർ ഡബ്ല്യു എന്ന് എടുത്താലും അതേപോലെ ഏതൊരു സ്കെയിലാർ എഫിൽ നിന്ന് എടുത്താലും സി ആൽഫ പ്ലസ് ബീറ്റ ഡബ്ല്യുവിലുണ്ട് എന്ന് നമുക്ക് കാണിക്കാം. അപ്പോൾ അസ്യൂം ചെയ്യുക ഡബ്ല്യു ഒരു സബ്സ്പേസ് ആണ് വിയുടെ എന്ന്. ദെൻ ഡബ്ല്യു ഈസ് എ വെക്ടർ സ്പേസ് ഓവർ എഫ് ആയിരിക്കും. സബ്സ്പേസ് ആണെങ്കിൽ ആ സെറ്റ് സ്വയം ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും ഓവർ എഫ് by definition of subspace. Okay, so for any alpha beta in W and C in F, C alpha plus beta W ഉണ്ടായിരിക്കും. അത് ഡയറക്റ്റ് നമുക്ക് കിട്ടും. അതായത് ഡബ്ല്യു വെക്ടർ സ്പേസ് ആണ് ഓവർ എഫ് നമുക്ക് കിട്ടി. കാരണം അത് സബ്സ്പേസ് ആണ് വിയുടെ. അപ്പോൾ അത് സ്വയം ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും ഓവർ എഫ്. അതുകൊണ്ട് തന്നെ ഏതു രണ്ട് വെക്ടർ നമ്മൾ ആൽഫ കോമ ബീറ്റ ഡബ്ല്യു എന്ന് എടുത്തു എന്ന് കരുതുക. ആൻഡ് അതിൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. അപ്പോൾ സി ഇൻറ്റു ആൽഫ എന്തായാലും ഡബ്ല്യുവിൽ ഉണ്ടായിരിക്കും. അപ്പോൾ സി ആൽഫ ഡബ്ല്യുവിലുണ്ട്, ബീറ്റ ഡബ്ല്യുവിലുണ്ട്. ഡബ്ല്യു ഒരു വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ എവിടെ ഉണ്ടായിരിക്കും? ഡബ്ല്യുവിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ കോൺവേഴ്സ്ലി നമുക്ക് നോക്കണം. ഡബ്ല്യു ഈസ് എ
ഇനി നമ്മൾ എടുക്കുന്നത് എന്താണ്? W ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് Vയുടെ സച്ച് ദാറ്റ് ഫോർ എനി ആൽഫ കോമ ബീറ്റ ബിലോങ്സ് ടു V ആൻഡ് C ബിലോങ്സ് ടു F, C ആൽഫ പ്ലസ് ബീറ്റ Wയിലുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. വേർ C ബിലോങ്സ് ടു F ആണ്. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? W സബ്സ്പേസ് ആണ് Vയുടെ എന്ന് കാണിക്കണം. ഈ കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് W സബ്സ്പേസ് ആണ് Vയുടെ എന്ന് കാണിക്കണം. ഓക്കെ, അതിനായിട്ട് C ആൽഫ പ്ലസ് ബീറ്റ Wയിലുണ്ട് നമ്മൾ അസ്യൂം ചെയ്തതാണ്. C ഈക്വൽ ടു -1 ആയിട്ട് എടുക്കുക, ബീറ്റ ആൽഫ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ മൈനസ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷനിൽ. അപ്പോൾ -1 ഇൻറ്റു ആൽഫ പ്ലസ് ആൽഫ എന്നുള്ള ഫോമിൽ വരും. ഈ -1 ഇൻറ്റു ആൽഫ മൈനസ് ആൽഫയാണ്. അത് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നോക്കുക, -1 ഇൻറ്റു ആൽഫ മൈനസ് ആൽഫയാണ് പ്ലസ് ആൽഫ. ഇത് ബിലോങ്സ് ടു W ആണ്. അപ്പോൾ മൈനസ് ആൽഫ പ്ലസ് ആൽഫ 0 ആണ്. അപ്പോൾ 0 ബിലോങ്സ് ടു W ആണ്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിറ്റി ഉണ്ട് Wയിൽ. ഇനി C ഈക്വൽ ടു -1ഉം ബീറ്റ ഈക്വൽ ടു 0യും കൊടുക്കുക. 0 ഓൾറെഡി ഉണ്ട് നമ്മൾ കാണിച്ചു, അപ്പോൾ ബീറ്റ 0 കൊടുക്കാം. അപ്പോൾ -1 ഇൻറ്റു ആൽഫ പ്ലസ് 0 ബിലോങ്സ് ടു W ആക്കും. അപ്പോൾ -1 ഇൻറ്റു ആൽഫ മൈനസ് ആൽഫയാണ്, മൈനസ് ആൽഫ ബിലോങ്സ് ടു W. അപ്പോൾ ഇൻവേഴ്സും Wയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി C ഈക്വൽ ടു 1 ആൽഫ കൊമ്മ ബീറ്റ W. ഇനി ആൽഫ പ്ലസ് ബീറ്റ C ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ ഇക്വേഷൻ എന്താവും? ആൽഫ പ്ലസ് ബീറ്റ എന്ന് മാത്രമാകും. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ Wയിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ W ക്ലോസ്ഡ് ആണ് അണ്ടർ അഡീഷൻ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഫോർ എനി C ആൻഡ് ആൽഫ ബിലോങ്സ് ടു W ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ ബീറ്റ നമ്മൾ 0 ആയിട്ടാണ് എടുത്തത്. അപ്പോൾ C ആൽഫ Wയിലുണ്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ നമുക്ക് കിട്ടിയ ഐഡന്റിറ്റി ഉണ്ട്, ഇവിടെ നിന്ന് ഇൻവേഴ്സ് ഉണ്ട്, ക്ലോസ്ഡ് ആണ് അണ്ടർ അഡീഷൻ, ക്ലോസ്ഡ് ആണ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ നമ്മൾ കാണിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? W ഒരു വെക്റ്റർ സ്പേസ് ആണ് ഓവർ F. സോ W എന്ന് പറയുന്നത് സബ്സ്പേസ് ആണ് Vയുടെ. W നോൺ എംപ്റ്റി സബ്സെറ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ W സബ്സ്പേസ് ആണ് Vയുടെ. ഇനി ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഇതാ നോക്കുക. നമുക്ക് കാണിക്കേണ്ടത് -1 ഇൻറ്റു ആൽഫ ഈക്വൽ ടു മൈനസ് ആൽഫയാണ്, ആൽഫ എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടേക്ക് നോക്കുക, 0 ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക നമ്മൾ? 0 ഇൻറ്റു ആൽഫ ഈക്വൽ ടു ഈ 0നെ നമുക്ക് 0 പ്ലസ് 0 ഡോട്ട് ആൽഫ എന്ന് എഴുതാം. അല്ല, സോറി, അതായത് 0 ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ആൽഫ ഈക്വൽ ടു ഈ 0നെ നമുക്ക് 0 പ്ലസ്, ഇവിടെ 0 സ്കെയിലാർ ആണ്. സോ ഈ 0നെ നമുക്ക് 0 പ്ലസ് 0 ആയിട്ട് എഴുതാം ഇൻറ്റു ആൽഫ. ഇനി നോക്കുമ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ നോക്കുക. ഇനി ഇതിനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ 0 ഇൻറ്റു ആൽഫ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പ്രകാരമാണ് 0 ഇൻറ്റു ആൽഫ പ്ലസ് 0 ഇൻറ്റു ആൽഫ എന്ന് നമുക്ക് എഴുതാം. ഇനി ലെഫ്റ്റ് ക്യാൻസലേഷൻ കൊടുക്കുമ്പോൾ 0 ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ തന്നെ എടുക്കുക. ഇനി 0ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? -1 പ്ലസ് 1 എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പ്രകാരം -1 ഇൻറ്റു ആൽഫ പ്ലസ് 1 ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ -1 ഇൻറ്റു ആൽഫ പ്ലസ് ആൽഫ നമ്മൾ വെക്റ്റർ സ്പേസിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 ഇൻറ്റു ആൽഫ ഈക്വൽ ടു ആൽഫയാണ് ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു V. അത് പ്രകാരം ഇവിടെ ആൽഫ എന്ന് കിട്ടി, ഇത് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും? -1 ഇൻറ്റു ആൽഫ ഈക്വൽ ടു മൈനസ് ആൽഫ. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്? എ നോൺ എംപ്റ്റി സബ്സെറ്റ് W of V is a subspace of V if and only for each pair of vectors alpha, beta in W and each scalar C in F, the vector C alpha plus beta is again in W. നമ്മൾ രണ്ട് സൈഡും നോക്കി ആദ്യം സബ്സ്പേസ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്തു, പിന്നെ ഈ കണ്ടീഷൻ വിചാരിച്ചിട്ട് സബ്സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്തു. താങ്ക് യു.